ഹായ്. ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത് ടി സത്യൻ കഥ എഴുതി 2025 പുറത്തിറങ്ങിയ ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ചിത്രത്തിന്റെ പേര് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ. ഇന്ദ്രിത് സുകുമാരന്റെ കുറെ കാലത്തിന് ശേഷമുള്ള ഒരു നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്തൊന്നും അങ്ങനെ ഒരു നായക കഥാപാത്രമായിട്ടുള്ള മൂവിയൊന്നും ഇറങ്ങിയിട്ടില്ല. എന്തായാലും അങ്ങയുടെ ആ ഒരു നായക പദവി ഈ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അനശ്വര രാജനാണ് ഈ സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ളത്. പിന്നെ കുറച്ച് 2-3 ആൾക്കാർ മാത്രമാണ് ഈ സിനിമയിൽ വന്നു പോകുന്നുള്ളൂ. അവർക്കൊന്നും മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവർ രണ്ടുപേരാണ് സത്യത്തിൽ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിന്റെ മുക്കാൽ സീനും നടക്കുന്നത് കാറിൽ വെച്ച് തന്നെയാണ്. പുറത്തുള്ള സീക്വൻസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ അത് നമുക്ക് ബോറടി ഒന്നും തോന്നില്ല. ആ കാറിൽ വെച്ചുണ്ടാവുന്ന അവരുടെ സംഭാഷണങ്ങളും കോമഡി കാര്യങ്ങളും എല്ലാം നല്ല രസമായിട്ട് തന്നെയാണ് നമ്മുടെ ഡയറക്ടർ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിന്റെ കഥ അതിനും വളരെ സിമ്പിളാണ്. ഇതൊരു കൊച്ചു കഥയാണ്. അതായത് അനശ്വര രാജന്റെ വിവാഹത്തിന് അന്ന് അനശ്വര രാജന്റെ വരൻ ഒളിച്ചോടി പോയിന്ന് വരന്റെ അച്ഛൻ വന്നിട്ട് അവിടെ പറയും. ആ ഒരു വിഷമത്തിൽ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സ്ഥലം ഊട്ടിയിലാണ്. ഊട്ടിയിൽ നിന്നും ട്രിവാൻഡ്രത്തോട്ട് വരികയാണ്. അങ്ങനെ ട്രിവാൻഡ്രത്തോട്ട് അതേ കല്യാണ ഡ്രസ്സിലാണ് ആദ്യം ട്രിവാൻഡ്രത്തോട്ട് വരുന്നത്, ആ ഒരു വാശിക്ക് വേണ്ടിയിട്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും അവിടെ ആരെങ്കിലും പരിചയമുള്ള അല്ലെങ്കിൽ നല്ല ആൾക്കാരൊക്കെ തിരഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രജിത്തിനെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ദ്രജിത്ത് ആണെങ്കിൽ ഓൾറെഡി എന്തോ ഒരു ടെൻഷന്റെ കാര്യത്തിൽ നിൽക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെയുള്ള എന്തോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ചോദിക്കും, ചേട്ടാ ഫോണൊന്നും തരും, എനിക്കൊന്ന് കോൾ ചെയ്യാനാണ്, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇന്ദ്രജിത്ത് ആദ്യം സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദ്രജിത്ത് വിചാരിച്ച ആ ഒരു സംഭവം കാർ സ്റ്റാർട്ട് ആവുന്നു. അപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് മൈൻഡ് വന്ന പോലെ അങ്ങനെ തോന്നിയിട്ട് അവളെ വിളിച്ച് ഫോൺ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഫോൺ ചെയ്യുമ്പോൾ കോള് പോകുന്നില്ല. അപ്പോൾ ആ ഒരു ടെൻഷനിൽ ഫോണ് പൊട്ടിക്കാൻ, അതായത് ദേഷ്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കാണുമ്പോൾ ഇന്ദ്രജിത്ത് പോയിട്ട് അവളുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. അപ്പോൾ അവൾ കരയാണ്. ആ കരയുന്ന സീക്വൻസിൽ അവിടെ ഒരു പോലീസിന്റെ എൻട്രി വരുന്നു. ആ പോലീസുകാരൻ വന്നിട്ട് അവരുമായിട്ടുള്ള സംഭാഷണം അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഹെൽപ്പ് ചെയ്യാമോ എന്നുള്ളത് ഇവള് ഇന്ദ്രിയത്തിനോട് ചോദിക്കുന്നു. അപ്പൊ ആ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ദ്രിയത്ത് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇന്ദ്രിയത്തും അനശ്വരയും കൂടിയിട്ട് ഈ പയ്യനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് അവരുടെ ഫ്ലാറ്റിൽ. അപ്പൊ ആ ഫ്ലാറ്റിലോട്ട് പോകുന്ന ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന കുറെ സീക്വൻസും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഇവർ തമ്മിൽ യാത്ര ചെയ്യുമ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. അതിലിടയ്ക്ക് ഇന്ദ്രിയത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുമായിട്ടൊരു കോളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതിലിടക്ക് ഒരു ചെറിയ കോമഡി സീനുകളും കാര്യങ്ങളൊക്കെ ഈ വഴി പോകുന്നുണ്ട്. അങ്ങനെ ഇതിലിടക്ക് അനശ്വര രാജിന് ഡ്രസ്സ് മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഇന്ദ്രിയത്തിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണിന്റെ ഫ്ലാറ്റിലോട്ട് പോകുന്നു. അവിടെ വെച്ച് അതായത് ഇന്ദ്രിയത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണ് വേറൊരാളുമായിട്ട് കിടക്ക പങ്കുവെക്കുന്ന ഒരു സീനും കാണുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഒരു ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഇറങ്ങി വരുന്നു. ഇപ്പൊ ഈ രണ്ടുപേർക്കും ഏകദേശം ഒരേപോലത്തെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവര് എന്താ പറയാ, അതിലിടക്ക് നല്ലൊരു ചെറിയ സീൻ വരുന്നത്, ഇന്ദ്രിയത്തിനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ ഒരു സീൻ വരുന്നുണ്ട്. അമ്മ ഇവനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്കൊന്ന് ചൂടായി സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും റിലാക്സ് ചെയ്ത് സംസാരിക്കുന്ന കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ നല്ലൊരു രസമാണ് ആ സീക്വൻസ് ഒക്കെ കാണാൻ വേണ്ടി. ശരിക്കും നമ്മൾ ചില സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് ചൂടാവുന്ന ഒരു സ്വഭാവം പലർക്കും ഉള്ളതാണ്. ആ സീനൊക്കെ ഇതിലും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ പടത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അനശ്വര രാജിന് ഏകദേശം എന്താ പറയാ, ഇവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിട്ട് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ഇവന്റെ മനസ്സ്, അതായത് ഇന്ദ്രിയത്തിന്റെ മനസ്സ് അത് സമ്മതിക്കാതെ വീണ്ടും അവളുടെ അടുത്ത് പോകുന്നു. അവനെ നമ്മൾ എങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കും എന്ന് പറയുന്നു. അതിനുശേഷം ഇവരെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്ന പോലീസ് ഓഫീസറെ കണ്ട്, അതായത് അദ്ദേഹത്തെ വിളിക്കുന്ന ഇവന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് എങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ നമ്മുടെ അനശ്വര രാജന്റെ ആ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആ വ്യക്തിയെ ഇവർ കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവൻ എന്തുകൊണ്ടാണ് ഇവളെ വേണ്ട എന്ന് വെക്കുന്ന ഒരു സീക്വൻസും അതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഇവൻ ഒരു ഗേ ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷെ എല്ലാതും നമുക്ക് വേണ്ട എന്നാലും വേണം എന്ന് പറയുന്ന കുറെ സീക്വൻസുകളാണ് അതിൽ കൂടുതൽ പോകുന്നത്. അത് നമുക്ക് ആ സിനിമ കണ്ടാലാണ് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം ഇവര് തിരിച്ചു വരുമ്പോ ഇവന്റെ അമ്മ മരണപ്പെടുന്നു. അതായത് നമ്മുടെ ഇന്ദ്രിയത്തിന്റെ അമ്മ മരണപ്പെടുന്നു. ഇവൻ അങ്ങോട്ട് ഇവളുമായിട്ട് പോകുന്നുള്ള ഒരു സീന്. അങ്ങനെ കുഴപ്പമില്ലാതെ എന്തോ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അതിനുള്ള ഓരോ ചെറിയ കണ്ണികളായിട്ട് ഈ സിനിമയിൽ ഇട്ട് പോകുന്നുണ്ട്.
നമ്മൾ ആ സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് അവൾ അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ അതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ കൊണ്ടുപോയി അവസാനിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ബോറടി ഒന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമ വളരെ നല്ല രീതിയിൽ തന്നെയാണ് എൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ സിനിമ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങളോട് പറയാൻ തോന്നിയത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. കാണാത്തതുണ്ടെങ്കിൽ ഒരു വട്ടം ഒന്നും ആ സിനിമ കണ്ടിട്ട് നിങ്ങളും കമന്റ് ആയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഇപ്പൊ ബൈ.